ഹായ് എല്ലാവർക്കും നമസ്കാരം. ഗുരുതൻ്റെ പുതിയൊരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് എന്തുമായിട്ടാണ് വന്നിരിക്കുന്നതാണ് നിങ്ങൾക്ക് സംശയം. അപ്പം അതൊക്കെ നമ്മൾ പറയുന്നതിന് മുമ്പ് നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. COVID-19 എല്ലാവർക്കും അറിയാമല്ലോ. ഇപ്പം നമ്മുടെ ഏറ്റവും കൂടുതൽ നമ്മൾ പേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് COVID-19 എന്ന് പറയുന്നത്. ഇപ്പോഴും ചിലർക്കൊക്കെ ഇതൊരു നിസ്സാരമായ കാര്യത്തിലാണ് എല്ലാവരും ഇത് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ അങ്ങനെയല്ല, നിങ്ങളെല്ലാവരും ഇത് കുറച്ചും കൂടെയൊക്കെ ഒരു സീരിയസ് ആയിട്ട് കണക്കാക്കണം. കാരണം നമ്മുടെ സ്ഥലത്ത് ഇത്രയും ഒരു പ്രശ്നം വരുന്ന സമയത്ത് നമ്മൾ വെറൊരു ലാഘവത്തോടു കൂടി അതിനെ കണക്കാക്കി കഴിഞ്ഞാൽ വീണ്ടും ഒരു വലിയൊരു പ്രശ്നത്തിലേക്ക് മാറും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇത് സേഫ്റ്റി മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണോ അത് നമ്മൾ ചെയ്യുക. ഒന്നും ചെയ്യാനില്ല, വീട്ടിലിരിക്കുക. കാരണം പുറത്തോട്ടൊന്നും ഇറങ്ങി മറ്റുള്ളവരിലേക്ക് സ്പ്രെഡാകുകയോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമ്മളിലേക്ക് വന്ന് നമ്മൾ പലരിലേക്ക് സ്പ്രെഡ് ചെയ്യുകയോ ചെയ്യാതിരിക്കുക. പിന്നെ പുറത്തു പോയതിന് ശേഷം നിങ്ങൾ കൈയെല്ലാം നല്ല രീതിയിൽ വാഷ് ചെയ്യുക. എനിക്ക് തോന്നുന്നു ഇത് പ്രായമുള്ളവർക്കൊക്കെ നമ്മൾ കൈയൊക്കെ വാഷ് ചെയ്യണമെന്ന് പറയുന്ന സമയത്ത് അവർക്കെന്തോ ഒരു പറയുന്ന സമയത്ത് അവർ പറയുക, ഞാൻ നേരത്തെ ചെയ്തതാണ്, വീട്ടിൽ നിന്ന് ചെയ്തതാണ്, അങ്ങനെയുള്ള അവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം അവർ വിചാരിക്കുന്നത് നമ്മൾ പറയുന്ന സമയത്ത് അവരെ കൊച്ചാക്കുക അങ്ങനെയുള്ളത്. പക്ഷെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ കരുതരുത്. കാരണം നമ്മുടെ അല്ല, ലോകത്ത് ഫുള്ള് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയാണ് ഈ ഒരു കാര്യം പറയുന്നത്. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. സോഷ്യൽ മീഡിയ വഴി ഒരുപാട് തെറ്റിദ്ധാരണമായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതെല്ലാം നിങ്ങൾ കണക്കാക്കാതിരിക്കുക. ഒഫീഷ്യൽ സൈറ്റ്, കോവിഡിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഒരു ആപ്ലിക്കേഷനൊക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. അതിനകത്തൂടെയുള്ള വിവരങ്ങളെല്ലാം നിങ്ങൾ നോക്കുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ കയറി ഒഫീഷ്യലായിട്ട് ഉള്ള ഒന്നെങ്കിൽ കേരള പോലീസിൻ്റെ പേജിലോ അങ്ങനെയൊക്കെ കയറി നിങ്ങൾ നോക്കുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണ് എന്നായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കാരണം ഇന്ന് നമ്മുടെ COVID-19 ഒക്കെ ആയതുകൊണ്ട് നമുക്ക് വീടിന് വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. റോഡിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല. കാരണം നമ്മളും ഇതേപോലെ എന്തിനാണ് നമ്മളും വെറുതെ ഇറങ്ങി മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യുന്നതും, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് സ്പ്രെഡായി കഴിഞ്ഞാൽ ഞാൻ വേറെ എവിടെ ചെല്ലും, ഞാനൊരു 10 പേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർ വേറെ എന്തിനാണ് ഇങ്ങനെ നമുക്ക് ഇപ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഒരു സമൂഹത്തിനോടൊരു നീതി പുലർത്തേണ്ട കാര്യം ഇപ്പോഴാണ്. കാരണം നമുക്കിപ്പം ചെയ്തില്ലെങ്കിൽ വീണ്ടും നമ്മുടെ ഒരുപാട് പേരിങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ പശ്ചാത്തപിച്ചിട്ട് കാര്യമില്ല. കാരണം ഇപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു അതാണ് നമുക്ക് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് ഞാനിപ്പം വീടിനടുത്താണ് ഇരിക്കുന്നത്. ഓക്കെ, എന്താണ് ഇന്ന് പറയുന്നതെന്നാണ്, ഞാൻ ഉപയോഗിക്കുന്ന വെപ്പണിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പം ചുമ്മാ ഇരുന്നപ്പം നിങ്ങളിലേക്ക് അത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഒരു കാര്യം കാണിക്കാം. ഞാൻ ഉപയോഗിക്കുന്ന വെപ്പണിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ അൺബോക്സിങ് ആണെന്ന്. പക്ഷേ അല്ല, ഇത് ഞാൻ മേടിച്ചിട്ട് ഏകദേശം 1 വർഷം കഴിഞ്ഞു. ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഏറ്റവും കഷ്ടപ്പെട്ട് മേടിച്ച ഒരു സാധനമാണ് നമ്മുടെ ചെറുക്കൻ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഒന്ന് പറയാൻ പോകുന്നത്. ഞാൻ ഉപയോഗിക്കുന്ന ലെൻസുകൾ, ഞാൻ ഉപയോഗിക്കുന്ന ക്യാമറയുടെ സ്പെസിഫിക്കേഷൻസുകൾ, അത് എങ്ങനെയുണ്ട് എന്നെല്ലാമാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പം താല്പര്യമുള്ളവർ വീഡിയോ ഫുള്ളായിട്ട് കാണുക. ഓക്കെ, ഇതാണ് ഞാൻ ഏറ്റവും കഷ്ടപ്പെട്ട് മേടിച്ച ഒരു സംഭവം. വീട്ടിൽ നിന്ന് പൈസയൊന്നും മേടിച്ചല്ല ഞാൻ ഈ ഒരു സാധനം മേടിച്ചത്. അത് ആദ്യമേ പറയാം. ഞാൻ ജോലിക്ക് പോയി തന്നെയാണ്, കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി ജോലിക്ക് പോയാണ് ഞാൻ ഈ ഒരു സംഭവം മേടിച്ചത്. 1500D എന്ന് പറയുന്ന ഒരു ക്യാമറയാണ് ഞാൻ മേടിച്ചത്. ഏകദേശം ഇപ്പം 1 വർഷം ആയി കാണും ഞാൻ ഈ ഒരു ക്യാമറ മേടിച്ചിട്ട്. ഓക്കെ, അതിൻ്റെ പെട്ടിയൊക്കെ ഞാൻ നല്ല അടിപൊളിയായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്ന് മേടിച്ചപ്പോൾ ഉള്ള പ്രൈസ് ഞാൻ വേണമെങ്കിൽ ഒന്ന് പറയാം. എനിക്ക് തോന്നുന്നു അതിനകത്ത് വലിയ മാറ്റം ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം 26,377 രൂപയാണ്. ഞാൻ ഒരു സ്വന്തമായിട്ടൊരു ഗിഫ്റ്റിന് ഒരു ഗിഫ്റ്റിനകത്തൊക്കെ പോയി ഞാൻ ആമസോണിൽ നിന്നാണ് ഇത് മേടിച്ചത് കേട്ടോ. മേടിച്ചത് ഗിഫ്റ്റായിട്ടൊക്കെയാണ് ഞാൻ മേടിച്ചത്. കാരണം ഞാൻ തന്നെ ഒരു ഗിഫ്റ്റായിട്ടാണ് ഇത് ഞാൻ മേടിച്ചത്. അതിനകത്ത് ഇതൊക്കെയൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെയുണ്ട് ഉണ്ടോ 1500D ബോഡി സീരിയൽ നമ്പറും ഉള്ള എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഓക്കെ, ഇതാണ് എൻ്റെ വെപ്പൺ എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്തൊക്കെയുണ്ട്. ഓക്കെ, അതൊക്കെ പോട്ടെ, കുഴപ്പമില്ല. നമുക്കിനി ക്യാമറ നോക്കാം. ക്യാമറയുടെ
ഇതിൻ്റെ പുറത്ത് എന്താണ് നോക്കട്ടെ. 24 മെഗാ പിക്സലാണ്. ആൻഡ് ISO എന്ന് പറയുന്നത് 6400 ഫുൾ HD ആണ്. വൈഫൈ ഒക്കെ ഉണ്ട് കേട്ടോ. വൈഫൈ ഒക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ ഒരു 16 GB കാർഡൊക്കെ നമുക്ക് കിട്ടിയായിരുന്നു. ഉണ്ട്. ഇനി നമ്മുടെ ചെറുക്കനെ ഞാൻ ഒന്ന് കാണിക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ ചെറുക്കൻ. 1500D ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഉണ്ട്. ഞാൻ അന്ന് കഷ്ടപ്പെട്ട് ഞാനത് EMI ഇട്ടാണ് ഞാൻ മേടിച്ചത്. ബജാജിൻ്റെ EMI ഇട്ടാണ് ഞാൻ ഈ ഒരു ക്യാമറ മേടിച്ചത്. ഞാൻ കുറേ സെർച്ച് ചെയ്തു. ഏകദേശം ഞാൻ എടുക്കുന്ന സമയത്ത് ഒരു ബേസ് മോഡൽ സാധനം എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാരണം അതിൽ കൂടുതലുള്ള എമൗണ്ടൊന്നും എൻ്റെ കയ്യിലായിരുന്നു. കാരണം ജോലിക്ക് പോയി നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ EMI അടയ്ക്കുക എന്ന് പറയുന്നത് വലിയൊരു കഷ്ടം തന്നെയായിരുന്നു. എനിക്ക് തോന്നുന്നു എനിക്ക് സാലറി കിട്ടുന്നത് എത്ര 8 ആയിരുന്ന സമയത്ത് തന്നെ എനിക്ക് EMI എന്ന് പറയുന്നത് 7000 സംതിങ് ആയിരുന്നു. ഓക്കെ, ഞാനതെല്ലാം പറയുന്നത് അതുകൊണ്ടാണ്. കാരണം അതിൽ കൂടുതൽ നമുക്ക് അടയ്ക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ക്യാമറ നമ്മൾ മേടിച്ചത് അതുകൊണ്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ക്യാമറ മേടിച്ചത്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് നല്ലൊരു ക്യാമറ എന്ന് പറഞ്ഞാൽ 200D എടുക്കണമെന്നായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. ഓക്കെ, അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് ഇത് കൊള്ളത്തില്ല എന്നല്ല, ഇതിനകത്താണ് ഞാൻ ഫോട്ടോയൊക്കെ എടുക്കുന്നത്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ ഫോട്ടോയൊക്കെ എടുക്കുന്നതെല്ലാം ഇതിനകത്താണ്. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ചിലതൊക്കെ കണ്ടവർക്കൊക്കെ മനസ്സിലാവും. ഈ ഒരു ക്യാമറ ഞാനത് കാണിക്കുന്നുമുണ്ട്. ഓക്കെ, അതിൻ്റെ കൂടെ ഞാൻ അത് കഴിഞ്ഞിട്ട് മേടിച്ച ഒരു ലെൻസാണ്. 50mm ഒരു ബ്ലോക്ക് ലെൻസ് മേടിച്ചിട്ടുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ലെൻസാണ് ബ്ലോക്ക് ലെൻസ് എന്ന് പറയുന്നത്. 1.8 ആണ് എൻ്റെ അപ്പേച്ചർ എന്ന് പറയുന്നത്. കിഡിലനാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ബ്ലർ എന്നൊക്കെ പറഞ്ഞാൽ സൂപ്പറാണ്. ഡെപ്ത്ത് നല്ല കിഡിലൻ ഇമേജ് ഡെപ്ത്താണ് ഇതിനകത്ത് വരുന്നത്. സൂപ്പറാണ് ഗൈസ്, സൂപ്പറാണ്. നിങ്ങൾ മേടിക്കുവാണെങ്കിൽ ഇതേപോലെ ഒരു ലെൻസ് മേടിക്കുക. നല്ലതാണ്, കിഡിലനാണ്, സൂപ്പർ. വീഡിയോയ്ക്കാണേലും ഫോട്ടോയ്ക്കാണേലും എന്താണേലും സൂപ്പർ ലെൻസാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കിട്ടിയ നമ്മുടെ കിറ്റ് ലെൻസുണ്ട്. ഇതാണ് നമ്മുടെ കിറ്റ് ലെൻസ്. 1855 ഒരു കിറ്റ് ലെൻസ് ഉണ്ട്. ഇതിനകത്ത് ഇമേജ് സ്റ്റെബിലൈസേഷനൊക്കെ ഉണ്ട് കേട്ടോ. സൂപ്പറാണ്. പക്ഷേ ഇത് ഞാൻ അങ്ങനെ വലുതായിട്ട് ഉപയോഗിക്കാറില്ല ഈ ഒരു ലെൻസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് ഞാൻ അത് കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഒരു ബ്ലോക്ക് ലെൻസ് മേടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു സൂം ലെൻസ് ഇല്ലാതെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ വിചാരിച്ച് ഇതെല്ലാം ഞാനൊരു സെക്കൻഡ് മേടിച്ചതാണ്. സത്യം പറയാമല്ലോ, ഞാൻ ഈ ഒരു ലെൻസ് ഞാൻ സെക്കൻഡ് മേടിച്ചതാണ്. എനിക്ക് തോന്നുന്നു ഞാൻ എറണാകുളത്ത് തൃശ്ശൂർ എന്നുള്ള ഒരാളുടെ കയ്യിൽ നിന്നാണ് ഞാൻ ഇത് മേടിച്ചത്. ഏകദേശം എനിക്കിത് 6000 രൂപയ്ക്കാണ് ഞാൻ മേടിച്ചത്. പുതിയ ലെൻസായിരുന്നു. എൻ്റെ വാറണ്ടി അല്ലെങ്കിൽ പേപ്പർ എല്ലാം ഉൾപ്പെടെയാണ് എനിക്ക് തന്നത് പുള്ളി. നല്ലൊരു മനുഷ്യനാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ചൊക്കെ തന്നായിരുന്നു. ഓക്കെ, നല്ല എമൗണ്ടിനൊക്കെ ആയിരുന്നു തോന്നി. 8 രൂപയ്ക്കൊക്കെയാണ് തോന്നി ഇട്ടിരുന്നത്. ഇതെന്ന് പറയുന്നത് 75-300 എന്ന് പറയുന്ന ലെൻസാണ്. കൊള്ളാം. പക്ഷേ ഇതിനകത്ത് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഇല്ല. അതാണ് ഇച്ചിരി ഒരു പാട്. കാരണം നമ്മൾ സൂം ചെയ്തൊക്കെ ഒരു ഫോട്ടോ എടുക്കുമ്പോൾ ഇച്ചിരി ഷേക്കാവും. എനിക്ക് തോന്നുന്നു 250 ഇച്ചിരി കൂടെ ബെറ്ററാണ്. ഓക്കെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലെൻസ് എന്ന് പറയുന്നത് ദിവൻ തന്നെയാണ്. ഞാൻ കാണിക്കാം. പക്ഷേ എന്തോ ചെയ്യാനാ ഇതിനകത്ത് മൊത്തം നമുക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. ഫോക്കസ് യെസ്. കണ്ടോ, ഇതിനകത്ത് ലെൻസ് മൊത്തം പോയി. എന്ത് ചെയ്യാൻ, മൊത്തം പന്നലായി. കാരണം ഇതും സത്യം പറയാമല്ലോ, ഞാനിതും സെക്കൻഡ് എടുത്തതാണ്. ഏകദേശം നല്ല രീതിയിൽ ചാറ് ഊറ്റിയ സാധനം തന്നെയാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ എടുത്തത്. പക്ഷേ അത്രയ്ക്ക് വലിയ എമൗണ്ടൊന്നും ആയില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു ലെൻസിന് ഏകദേശം 9 രൂപ, 8 രൂപ 9 രൂപയ്ക്കകത്ത് ഈ ഒരു ലെൻസിന് വരുന്നുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയത് 3000 രൂപയ്ക്കാണ് ഞാനിത് മേടിച്ചത്. കാരണം ഇത് ഒരുപാട് ഉപയോഗിച്ചതാണ്. എനിക്ക് സ്റ്റുഡിയോ നടത്തുന്ന ഒരു പുള്ളിയുടെ നിന്നാണ് ഞാൻ മേടിച്ചത്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരുപാട് ഫോട്ടോസ് എല്ലാം ഇതിനകത്ത് തന്നെയാണ് എടുക്കുന്നത്. വീഡിയോ എടുത്തതും ഇതിനകത്ത് തന്നെയാണ്. എല്ലാം ചെയ്യുന്നത് ഈ ഒരു ക്യാമറയ്ക്കകത്ത് തന്നെയാണ്. ഓക്കെ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ലെൻസാണിത്. എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏത് ക്യാമറ എടുക്കണം, ഏത് ക്യാമറയാണ് നല്ലത്, അല്ലെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ക്യാമറ ഏതാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ അവരോടെല്ലാം എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾക്ക് ഒരുപാട് ക്യാഷൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാമറ എടുക്കാം. നല്ല ഒരു ക്യാമറയാണ്. നിങ്ങൾ ഫോട്ടോഗ്രാഫി
ഒക്കെ താല്പര്യമുള്ളവർ കടന്നു വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനൊരു ക്യാമറ എടുക്കാം. 1300D അല്ലെങ്കിൽ 1500D അങ്ങനെയുള്ള ക്യാമറകൾ എടുക്കാം. കുറച്ചും കൂടി നിങ്ങൾക്കൊരു സെമി പ്രൊഫഷണലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് 200 ആണ്. 200 എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഞാൻ ഇതിനകത്ത് ഷൂട്ട് ചെയ്തതിന് നമ്മുടെ വീഡിയോസൊക്കെ ഇതിനകത്ത് ഞാൻ ഷൂട്ട് ചെയ്തതിന് ആദ്യമേയൊക്കെ ഞാൻ ഇതിനകത്തായിരുന്നു ഷൂട്ട് ചെയ്തത്, കാരണം അത് നമ്മുടെ ക്യാമറാമാനൊക്കെ ആയിരുന്നു എടുത്തു വന്നതൊക്കെ. എന്തായാലും ഇതൊരു നല്ല ക്യാമറ തന്നെയാണ്, ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല, കാരണം ഞാൻ ആദ്യമായിട്ട് കഷ്ടപ്പെട്ട് മേടിച്ചൊരു ക്യാമറയാണ്. ഓക്കെ, പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ നമുക്ക് നല്ലൊരു ക്യാമറ മേടിക്കണം എന്നൊരാഗ്രഹമുണ്ട്, മേടിക്കും. ഓക്കെ, നല്ലൊരു ക്യാമറ എനിക്ക് മേടിക്കണമെന്നുണ്ട്, നല്ലൊരു ലെൻസൊക്കെ മേടിക്കണമെന്നുണ്ട്. എന്തായാലും ഈ ഒരു ക്യാമറ ഞാൻ ഒരിക്കലും മറക്കത്തില്ല, കാരണം കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഒരു ക്യാമറ മേടിക്കുന്നത്. അത്രയ്ക്ക് ആഗ്രഹിച്ചാണ് ഞാൻ ഒരു ക്യാമറ മേടിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം കാണുമല്ലോ. ഓക്കെ, എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു ക്യാമറ വാങ്ങുക എന്നത്. ഇത് തന്നെയാണ് എൻ്റെ വെപ്പൺ എന്ന് പറയുന്നത്. ചെറിയ ഒരു സാധനമാണ്. ഓക്കെ, അതിനെ പക്ഷേ എനിക്ക് വലിയൊരു ക്യാമറയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത്രയ്ക്ക് ആഗ്രഹിച്ച് മേടിച്ചുകൊണ്ടായിരിക്കും. ഓക്കെ, എനിക്ക് എന്താണ് എന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ളൊരു ക്യാമറയാണ്, കാരണം ഞാൻ അത്രയ്ക്ക് ആഗ്രഹിച്ച് മേടിച്ചൊരു സാധനമാണ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറ നിങ്ങൾക്ക് മേടിക്കാം. ഓക്കെ, ഒരുപാട് ക്യാഷൊന്നും ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് മേടിക്കാവുന്നൊരു ക്യാമറയാണ്. ഓക്കെ, 1500D. ഓക്കെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഒരു വെപ്പണിനെ കുറിച്ച് നമ്മൾ പറയാൻ വേണ്ടി ചുമ്മാ ഒന്ന് വന്നതാണ്. ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, അപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്കിത് ഒരു ഇൻഫർമേഷൻ ആണെന്ന് വിചാരിക്കും, കാരണം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഏത് ക്യാമറ എടുക്കണം, ഏത് ക്യാമറയാണ് നല്ലത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്ത കിട്ടിക്കാച്ച് വീഡിയോ ആയിട്ട് നാളെയോ ഒക്കെ കാണാൻ പറ്റും. നമ്മളിനിയും ഒന്നും പറഞ്ഞില്ല, നമ്മളിനിയും മിക്കവാറും എല്ലാ ദിവസവും വീഡിയോ ഇടാൻ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. ഒരുപാട് വെറൈറ്റി വീഡിയോകൾ നമ്മൾ ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കേ.